നമസ്കാരമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ SM കാറ്റഗറിയിൽ ഒരു ലാസ്റ്റ് റാങ്കിൻ്റെ ഒരു അനാലിസിസ് ഇട്ടിരുന്നു. ഒരുപാട് കുട്ടികൾ സാറ് റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് ഒന്നും മനസ്സിലാവുന്ന രീതിയിൽ ലാസ്റ്റ് റാങ്ക് എത്ര വരെ പോയിട്ടുണ്ട് എന്നൊന്ന് പറയാൻ പറഞ്ഞു. ഞാൻ റിസർവേഷൻ കാറ്റഗറി അതിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഒരു വ്യൂ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, CEE അവരുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ട് ഒരു ലാസ്റ്റ് റാങ്ക് ഫേസ് 3ക്ക് ശേഷം പബ്ലിഷ് ചെയ്തിട്ടില്ല. അതങ്ങനെ വെറുതെ ചെയ്യാതിരിക്കുന്നതല്ല, അതിനൊരു കാരണമുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, ഈ ഫേസ് 3 കഴിഞ്ഞ വർഷത്തെ ഫേസ് 3 പോലെ അല്ലാന്ന് ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അതൊരു റീസ്റ്റാർട്ട് പോലെയായിരുന്നു, ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെയായിരുന്നു. കാരണം ഓപ്ഷൻസൊക്കെ റീഅറേഞ്ച് ചെയ്യാം. ഫേസ് 2ൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടുള്ള സെയിം ഫ്രെയിം വർക്കിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സല്ല. അത് അവർ കൺസിഡർ ചെയ്തിരുന്നൊരു വാക്കൻസി ഫില്ലിംഗ് ടൈപ്പ് അലോട്ട്മെൻ്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ അലോട്ട്മെൻറ്റിൽ പോലും വാക്കൻസി ഫില്ലിംഗ് എന്നൊരു പേര് ടൈറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത് കേട്ടോ. അത് വേറെ സിയുടെ നമുക്ക് സ്ഥിരം തരുന്ന കൺഫ്യൂഷൻസ് പോലെ മറ്റൊരു കൺഫ്യൂഷനാണ്. എന്നിരുന്നാലും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായത് ഒരു വാക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് പോലെയാണ്. ഫേസ് 2ൻ്റെ ഒരു സീക്വൻഷ്യൽ ആയിട്ടല്ല അതിനെ കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു ലാസ്റ്റ് റാങ്ക് പുറപ്പെടുവിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു ചെറിയ എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഫേസ് 2ൽ റാങ്ക് 2000 ഒരു കുട്ടിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, ഒരു എക്സ് ബ്രാഞ്ച് Y കോളേജിൽ. ഓക്കെ, ഞാൻ എക്സാമ്പിളായിട്ട് പെട്ടെന്ന് പറയാം. 2 വാക്കൻസിയാണ് ഫേസ് 2ന് ശേഷം ആ ബ്രാഞ്ചിൽ, ആ കോളേജിൽ, അതേ കാറ്റഗറിക്ക് വന്നിരിക്കുന്നു വിചാരിക്കുക. 2 വാക്കൻസി. ഇനി എന്ത് സംഭവിച്ചു? ഈ ഫേസ് 3ൽ ഒരു 1800, 1900, 2100 ഈ 3 റാങ്കുകാരും അവരുടെ പ്രിഫേർഡ് ഓപ്ഷനായിട്ട് അത് ഫില്ല് ചെയ്തു എന്ന് വിചാരിക്കാം. ഇപ്പോൾ 2 വാക്കൻസി ഉള്ളൂ ആ സെയിം കോളേജിൽ, സെയിം ബ്രാഞ്ചിന്, സെയിം കാറ്റഗറിയിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? 1800കാരനും 1900കാരനും കിട്ടി, 2100കാരനും കിട്ടിയില്ല. ഇത് 2210 അല്ല 2100 ഞാനത് ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയതാണ്. ഇനി ഇവരൊരു ലാസ്റ്റ് റാങ്ക് പബ്ലിഷ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഫേസ് 2ൽ കിട്ടിയ 2000കാർ അവിടെ നിന്ന് മാറിപ്പോയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് റാങ്ക് വരുമ്പോൾ 2000 ആയിരിക്കും ലാസ്റ്റ് റാങ്ക്. പക്ഷേ ഈ 2100കാരന് പറയാൻ പറ്റുമോ, അയ്യോ ലാസ്റ്റ് റാങ്ക് 2000 വന്നു, എനിക്ക് കിട്ടിയില്ല, പ്രശ്നം ഉണ്ടാക്കണം, എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല, കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പ്രോസസ്സ് തന്നെ വാക്കൻസി ഫില്ലിംഗ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ടൈപ്പിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഒരു സിനാരിയോ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുമാണ് CEE ഒഫീഷ്യലായിട്ട് ഒരു ലാസ്റ്റ് റാങ്ക് പബ്ലിഷ് ചെയ്യാത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ സിനാരിയോ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്കൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. പക്ഷേ ഇതൊരു ഇങ്ങനത്തെ ചെറിയ ചെറിയ എക്സെപ്ഷൻസ് ചില കേസുകളിൽ കാണും എന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം അതിനെ കാണാൻ. പക്ഷേ അപ്രോക്സിമേഷൻ ഒരുപാട് കേസിലൊക്കെ ഇതൊരു പക്ഷേ ശരിയായിരിക്കാം. ഓക്കെ, ഇതാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ. ഞാൻ വീണ്ടും ഇതെങ്ങനെ റീഡ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. റിസർവേഷൻ കാറ്റഗറി മാത്രമാണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ്റും ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലും മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിൻ്റെ ആണ് ഈ സ്ലൈഡിൽ. ഇതിൽ ഇടതുവശത്ത് കാണുന്നതാണ് കോളേജുകൾ, ഈ മുകളിൽ കാണുന്നതാണ് എല്ലാ റിസർവേഷൻ കാറ്റഗറികളും. ഇതിൽ സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറിയും ഉണ്ട്, സാധാരണ റിസർവേഷൻ മാത്രമല്ല. ഇതിൻ്റെ ലാസ്റ്റ് റാങ്കുകൾ ഫേസ് 3യുടെ ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത PDF ഡോക്യുമെൻറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു വ്യൂ ആണ്. ഓക്കെ, വീണ്ടും എന്തെങ്കിലും നിങ്ങൾ ഫേസ് 3ൽ നോക്കിയിട്ട് എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ കമൻസിലൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. പക്ഷേ ഡിസ്ക്രിപ്പൻസി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആണ്. നിങ്ങൾക്ക് അടുത്തേക്ക് പോകാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ. വീണ്ടും ഇതെല്ലാം ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ മാത്രമാണ് ഈ റിസർവേഷൻ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് ഫേസ് 3 അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ നിങ്ങൾക്ക് സ്നാപ്ഷോട്ട് എടുത്ത് അനലൈസ് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഓരോ റിസർവേഷൻ്റെയും ഓരോ കോളേജിൻ്റെയും ഒരുപാട് ഡീറ്റെയിൽസിൽ നമുക്ക് പോകേണ്ട കാര്യമില്ല. വീണ്ടും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് നിങ്ങൾ കാണാം. വീണ്ടും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾക്കിതൊരു ഓർഡറിൽ PDF തരാത്തതുകൊണ്ട് ഇത് ഒരുപക്ഷെ നല്ല യൂസ്ഫുള്ളായിരിക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കി സ്നാപ്ഷോട്ട് എടുത്ത് വെക്കാം. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, റൈറ്റ്. പിന്നെ വരുന്നതാണ് ബാക്കി എല്ലാ ബ്രാഞ്ചുകളും. കുറേ നോൺ കോർ ബ്രാഞ്ചുകളുണ്ട്, നിങ്ങൾക്കറിയാം. അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സൈബർ. ഗവൺമെൻറ്റും ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലും വരുന്ന എല്ലാ ബ്രാഞ്ചുകളുടെയും വീണ്ടും ലാസ്റ്റ് റാങ്ക് ഈ റിസർവേഷൻ കാറ്റഗറിക്ക് എത്ര വരെ പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ബാക്കി എല്ലാ ബ്രാഞ്ചുകളും ഒറ്റ സ്ലൈഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്.
കാരണം ചിലതൊക്കെ ഒരു കോളേജിൽ മാത്രമുള്ളൂ, അപ്പോൾ ഓരോ സ്ലൈഡ് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതിൽ കഥയില്ല. ഫോണ്ട് ഇത്തിരി ചെറുതാണ്, നിങ്ങൾക്ക് ഫുൾ മൊബൈലിലാണെന്നുണ്ടെങ്കിൽ ഫുൾ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് റാങ്കുകൾ വായിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.